ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പുതിയ പ്രഭാതം കൂടെ സർവശക്തനായിരിക്കുന്ന കർത്താവ് നൽകിയതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ഇന്ന് ഒരുമിച്ച് ചിന്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഇതിനകത്ത് 31 വാക്യങ്ങളിലും ദൈവത്തിൻ്റെ മഹത്വം, ശ്രേഷ്ഠകരമായിരിക്കുന്ന ദൈവിക പദ്ധതികളും ആ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പുകളെക്കുറിച്ചും വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്ന പുസ്തകമാണല്ലോ ഉൽപ്പത്തി പുസ്തകം. പ്രത്യേകിച്ച് 1-ാം അധ്യായത്തിൻ്റെ അകത്ത് തുടങ്ങുന്നത് തന്നെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായിരിക്കുന്ന ദൈവം, നമ്മളെ സൃഷ്ടിച്ചവനായിരിക്കുന്ന കർത്താവ്, ആ ദൈവത്തിൻ്റെ ശ്രേഷ്ഠത ചിന്തിക്കുവാൻ ഇന്ന് ഈ പകൽക്കാലം ദൈവം നമ്മളെ സഹായിക്കട്ടെ. പാഴും ശൂന്യവുമായിരുന്ന ഭൂമിയെ ആ ആഴത്തിൻ്റെ മേൽ ഇരുളുണ്ടായിരുന്ന അവസ്ഥയിലും അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ച് അതിൻ്റെ അവസ്ഥകളെ മാറ്റിയെടുത്തത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും പാഴും ശൂന്യവുമായിരിക്കുന്ന അവസ്ഥകളെ മാറ്റി അതിനകത്തെ പുതിയ കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇന്നും ശക്തിയുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാകുന്ന കാര്യമാകുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ വെളിച്ചമുണ്ടായി എന്ന് നമ്മൾ കണ്ടു. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും പ്രിയമുള്ളവരെ, ഇരുളുകൾ എവിടെയൊക്കെ ഉണ്ടോ, ഇരുളിൻ്റെ പ്രവൃത്തികൾ എവിടെയൊക്കെ ഉണ്ടോ, ഇന്ന് നമ്മൾ കർത്താവിനോട് പറയണം, കർത്താവെ, അങ്ങ് വെളിച്ചമാകുന്നു, ഞാനും വെളിച്ചമാകുന്നു. എൻ്റെ ഉള്ളിനകത്ത് ഒരു ഇരുട്ട് പോലും ഇരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നമുക്ക് പറയാം, അങ്ങ് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ജീവിതത്തിൻ്റെ അകത്തേക്ക് ആ വെളിച്ചത്തെ യേശുവേ അങ്ങ് കൽപ്പിക്കണമേ, അങ്ങ് പകർന്നു തരണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഇരുന്ന് ആ വെളിച്ചത്തിൻ്റെ ശക്തി അധികം പ്രാപിക്കുവാൻ, എല്ലാ ഇരുളുകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുവാൻ സർവശക്തനായിരിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിരിക്കുന്ന ദൈവമാണ്. 5-ാം വാക്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടവനായിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഒരു വിധാനത്തെ ഉണ്ടാക്കി, അത് നമുക്കറിയാം, വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴിലുള്ള വെള്ളവും വിധാനത്തിന് മീതിയുള്ള വെള്ളവും തമ്മിൽ വേർതിരിച്ചവനായിരിക്കുന്ന കർത്താവ്. ഇതെല്ലാം നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളിൽ അളക്കുവാൻ പറ്റാത്ത വിധം ശ്രേഷ്ഠമായിരിക്കുന്ന, അത്ഭുതകരമായിരിക്കുന്ന ദൈവത്തിൻ്റെ സൃഷ്ടികൾ ഒന്നൊന്നായി ഓർക്കുമ്പോൾ നമ്മൾക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഈ 1-ാം അധ്യായത്തിനകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആകാശം, ദൈവം ആ വിധാനത്തിന് ആകാശം എന്ന് ദൈവം പേരിട്ടു. അതിനെ കൂടാതെ നമുക്കറിയാം, ആകാശത്തിന് കീഴെയുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടുവാനായിട്ട് ദൈവം കൽപ്പിച്ചു. അങ്ങനെ അതുകൂടാതെ ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമിയെന്നും ആ വെള്ളത്തെ ഒരു സ്ഥലത്ത് കൂട്ടിവെച്ചതിന് സമുദ്രമെന്നും പേരിട്ട് ആ രണ്ടിനെയും ദൈവം വേർതിരിച്ചു. അങ്ങനെ നിർത്തിയ ദൈവമാണ് നമ്മുടെ ദൈവം. വേറൊരിടത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും, ഈ വെള്ളത്തിന് ഒരിക്കലും ഭൂമിയെ മൂടിക്കളയുവാൻ പറ്റാത്ത വിധം അതിര് കൽപ്പിച്ചവനായിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും ചില മേഖലകളിലൊക്കെ കർത്താവ് ചില അതിരുകളെ വെച്ചിട്ടുണ്ട്. ദൈവം വെച്ചിട്ടുള്ള ഒരു ബൗണ്ടറി നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ ആ ബൗണ്ടറിയെ ക്രോസ് ചെയ്ത് അതിനെ മൂടിക്കളഞ്ഞു വരുവാൻ തക്കവണ്ണം മറ്റൊരു ശക്തിക്കും കഴിയത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. 11-ാം വാക്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആ ഭൂമിയിലുള്ളതായിരിക്കുന്ന ആ പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെന്ന് കൽപ്പിച്ച് അങ്ങനെ സകലത്തെയും ദൈവം മുളപ്പിച്ചവനായിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ആ 14-ാം വാക്യത്തിനകത്തേക്ക് വന്നു കഴിയുമ്പോൾ ദൈവം വെളിച്ചങ്ങളെ ഉണ്ടാക്കിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം ആ കാലങ്ങളെയൊക്കെ തിരിച്ചറിയുവാൻ വേണ്ടിയിട്ട്, കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയുവാൻ വേണ്ടി നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയവനായിരിക്കുന്ന കർത്താവ്, അത്ഭുതവും അതിശയവുമായി നമ്മളെ സൃഷ്ടിച്ചവനായിരിക്കുന്ന കർത്താവ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഈ ദൈവത്തിൻ്റെ ശ്രേഷ്ഠത ഒന്നൊന്നും മനസ്സിലാക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ സന്നിധിയല്ലാതെ നമുക്ക് വേറൊരിടവും നമുക്ക് ആശ്രയിക്കുവാനായിട്ടില്ല എന്നുള്ളത് നമുക്ക് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ വന്നാലും ഹല്ലേലൂയ, ഈ ദൈവത്തിൽ ശരണപ്പെടുവാൻ ദൈവകൃപ നമ്മുടെ മേൽ ശക്തമായി പരിശുദ്ധാത്മാവ് നൽകട്ടെ. പകൽ വാഴേണ്ടതിന് വെളിച്ചത്തെയും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചം, ഇങ്ങനെ രണ്ട്
രണ്ട് ടൈപ്പായിട്ട് ദൈവം അവിടെ ഉണ്ടാക്കി. നക്ഷത്രങ്ങളെ ഉണ്ടാക്കി ഭൂമിയെ പ്രകാശിപ്പാൻ, പകലും രാത്രിയിലും വാഴുവാൻ, വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിരിക്കുവാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി. അങ്ങനെ നക്ഷത്രങ്ങളെ ഓരോന്നിനെ ദൈവം പണിതെടുത്തെന്നല്ല, ദൈവം അങ്ങനെ ഉണ്ടാകട്ടെന്ന് കൽപ്പിച്ചപ്പോൾ അതെല്ലാം അങ്ങനെ ഉണ്ടാക്കി ദൈവം ആകാശവിധാനത്തിൽ നിർത്തുവാനായിട്ട് ഇടയായി തീർന്നു. താഴേക്ക് വായിച്ചു കഴിയുമ്പോൾ വെള്ളത്തിലെ ജലജന്തുക്കളെ ദൈവം സൃഷ്ടിച്ചു, പർവ്വജാതികളെ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചു. ആ വെള്ളത്തിനകത്തുള്ള വലിയ തിമിംഗലങ്ങളെ ദൈവമാണ് സൃഷ്ടിച്ചത്. ഓരോ തരം ജീവജന്തുക്കളെയും അതത് തരം പർവ്വജാതികളെയും എല്ലാം ദൈവം തമ്പുരാൻ സൃഷ്ടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം നമുക്ക് താഴേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം, ദൈവം 24-ാം വാക്യത്തിൽ വരുമ്പോൾ കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം, ഇങ്ങനെ അതത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ ഉളവാകട്ടെന്ന് ദൈവം കൽപ്പിച്ച് അങ്ങനെ തന്നെ അത് ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം ദൈവം 26-ാം വാക്യത്തിൽ പറയുകയാണ്, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ആ മനുഷ്യനെ ഉണ്ടാക്കിയതിൻ്റെ പിന്നിലെ ഉദ്ദേശം നമുക്കെല്ലാം അറിയാം. ദൈവം ഈ ഉണ്ടാക്കിയതായിരിക്കുന്ന സകല സൃഷ്ടികളുടെ മേലും വാഴുവാനുള്ള അധികാരത്തോടെയാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. ആ അധികാരം മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് പാപം ചെയ്ത് നഷ്ടപ്പെട്ടു പോയപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം അതേ അധികാരം മടക്കി തന്ന് സകലത്തിൻ്റെ മേലും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തേക്ക് ആ ഒരു ക്രിസ്തുയേശുവിലുള്ള ഒരു അധികാരം അത് ദൈവം നമ്മളിലേക്ക്, കർത്താവ് ക്രിസ്തുയേശുവിൽ കൂടെ അത് പകരപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ആ അധികാരത്തെ ദൈവം നമ്മുടെ മേൽ പകരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചവനായിരിക്കുന്ന കർത്താവ്, നമ്മളെ സ്നേഹിക്കുന്നവനായിരിക്കുന്ന ദൈവം, സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സകല ചരാചര ജന്തുവിൻ്റെ മേലും വാഴുവാൻ കൽപ്പിച്ച് ആക്കി വെച്ച്, ഹല്ലേലൂയ, ആ സ്നേഹത്തോടെ ഇപ്പോഴും ആ ക്രിസ്തുയേശുവിൽ ഈ വാഴ്ച നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തേക്ക് ഈ അധികാരത്തെ നമ്മുടെ മേലേക്ക് പകർന്നു തന്ന് ഇപ്പോഴും നമ്മളെ സ്നേഹിക്കുന്ന ഈ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഈ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഈ ദൈവം ആരാണെന്ന് ഓരോ ദിവസവും നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആ ഒരു വലിയ മഹത്വം എഴുതിയിരിക്കുന്ന ഈ ക്രിയേഷൻ്റെ ഈ ബുക്ക് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠത എത്ര വലുതാണെന്ന് ഒരു പ്രാവശ്യം കൂടെ ചിന്തിക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ സഹായിക്കട്ടെ. 30-ാം വാക്യത്തിലും 31-ാം വാക്യത്തിലേക്കുമൊക്കെ നമ്മൾക്ക് വന്നു കഴിയുമ്പോൾ അവിടെ കാണുവാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ദൈവം പറയുന്നുണ്ട്, ഈ കാണുന്നതായിരിക്കുന്ന സകല മൃഗങ്ങൾക്കും, ആകാശത്തിലെ എല്ലാ പറവകൾക്കും, ഭൂമിയിൽ ചരിക്കുന്ന ഈ ഭൂചര ജന്തുക്കൾക്കും ആഹാരമായിട്ട് ഈ പച്ച സസ്യമൊക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഓരോന്നിനും എന്തൊക്കെ കൊടുക്കണമെന്ന് ദൈവം തമ്പുരാന് നന്നായിട്ട് അറിയാം. ഏത് മൃഗം ഏത് കഴിക്കണം, ഓരോന്നിനെ എന്ത് കഴിക്കണമെന്ന് അറിഞ്ഞ് അതിന് വേണ്ടുന്നതായിരിക്കുന്ന ഓരോന്നും പ്രൊവൈഡ് ചെയ്യുന്ന ഈ കർത്താവ്, ഹല്ലേലൂയ, നമ്മളൊരിടത്ത് സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ ആ എല്ലാം അറിയുന്ന ദൈവം അല്ലേ, ആ മീവൽ പക്ഷി, ആ കുരുകിൽ, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അത്രയും അതിനെപ്പോലും അറിയുന്ന കർത്താവ്, ആ മലകളിലെ പക്ഷികളെ, കാട്ടിലെ മൃഗങ്ങളെ, സകലത്തെയും അറിയുന്ന കർത്താവ്, സകലത്തെയും സൃഷ്ടിച്ച ദൈവം ശ്രേഷ്ഠകരമായി നമ്മളെ സൃഷ്ടിച്ച് നമുക്ക് വേണ്ടത് എന്തെന്നറിഞ്ഞ് ഈ ഭൂമിയിൽ ആ മൃഗങ്ങൾക്ക് വേണ്ടി സസ്യത്തെ ഞാൻ ഒരുക്കി വെച്ചെന്ന് പറയുന്നത് പോലെ നമുക്ക് വേണ്ടുന്നതായിരിക്കുന്ന നന്മകൾ ഒരുക്കി വെച്ച്, ഹല്ലേലൂയ, നമ്മളോട് കൂടിയിരിക്കുന്നവനായിരിക്കുന്ന ദൈവം, ഹല്ലേലൂയ, പത്രോസിന് വേണ്ടി ആ നന്മ ഒരുക്കി വെച്ച് കാത്തിരുന്ന കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും, പ്രിയമുള്ളവരെ, നമ്മളെ അത്യധികം സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മളോട് കൂടെയുണ്ട്. ഈ സൃഷ്ടിതാവ് നമ്മളോട് കൂടെയുണ്ട്. ഇന്നത്തെ ദിവസം ഈ വചനങ്ങളാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ സൃഷ്ടിതാവിനെ നമുക്ക് ഒരുമിച്ച് വാഴ്ത്താം. ഈ വചനം ദൈവത്തിൻ്റെ തിരുനാമ മഹത്വത്തിനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. കേൾക്കുന്ന ദൈവമക്കളെ ദൈവം ശ്രേഷ്ഠമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ആമേൻ.